ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ റേബാൻ മെറ്റാ ഗ്ലാസിൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ലെതർ കേസാണ് വിത്ത് ബാറ്ററി പവേർഡ് ആണ്. അപ്പം നമുക്ക് ഈ ഗ്ലാസിൻ്റെ അത് വെച്ചാൽ ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളും. പെയറിംഗ് ബട്ടണുണ്ട്, ടൈപ്പ് സി ചാർജർ, പിന്നെ ഇവിടെ റേബാൻ ബാഡ്ജിങ് ആണ്. പിന്നെ ഇതൊരു ലൈറ്റ് ഇൻഡിക്കേറ്ററാണ്. ഒരു പച്ച LED കത്തുന്നുണ്ടോ. ചാർജ് ഉണ്ടെങ്കിൽ പച്ചയായിരിക്കും, ചാർജ് തീരുന്നതനുസരിച്ച് കളറ് മാറും, ഓറഞ്ചും വൈറ്റൊക്കെ വരും. പെയറിംഗ് മോഡിൽ വൈറ്റ് വരും. അപ്പോൾ കേസ് തുറക്കുമ്പോൾ തന്നെ ഇവിടെ അകത്ത് റേബാൻ്റെ മെറ്റാന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഗ്ലാസ് പുറത്തെടുക്കാം. ഇതൊരു ട്രാൻസിഷൻ ലെൻസാണ്. ഇതിൻ്റെ ഗ്ലാസ് ക്ലിയറാണ്. സോ അതിപ്പോൾ ഉടനെ തന്നെ കളർ മാറും. ഇത് സഫയർ ബ്ലൂയിലേക്ക് മാറും. പിന്നെ ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് സ്കെലറ്റൽ ബോഡിയാണ്. ഇവിടെ നിങ്ങൾക്ക് റേബാൻ്റെ ബാഡ്ജിങ് കാണാം. ഇവിടെ ഇതാണ് നമ്മുടെ ക്യാമറ. ലൈറ്റിംഗ് LED മോഡ്യൂളാണ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആവും. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്യാപ്ചർ ബട്ടണും റെക്കോർഡിംഗ് ബട്ടണൊക്കെ. റൈറ്റ് സൈഡിലെ ആമിൽ ഹെഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ വോളിയം അപ്പ് ആവുകയും ഡൗൺ ചെയ്യുമ്പോൾ വോളിയം ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ ലോങ് പ്രസ് ചെയ്താൽ മെറ്റാ AI ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഗ്ലാസിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം, നേരത്തെ കണ്ട ക്ലിയർ ഗ്ലാസിനേക്കാളും കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. നമുക്ക് പവർ ഓണും പവർ ഓഫും ചെയ്യാൻ പറ്റും. ഇത് പവർ ഓൺ ആണ്. പവർ ഓഫ് ആകുമ്പോൾ അവിടെ റെഡ് ഇൻഡിക്കേറ്റർ കാണാം. ഇപ്പോൾ പവർ ഓണായി. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വിയർ ഡിറ്റക്ഷൻ ലൈറ്റ് ഉണ്ട്. ഇപ്പം അത് ബ്ലിങ്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ. സോ നമ്മളിത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ലെൻസ് ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളും പറയുന്നതാണ്. ഇത് മൊത്തം 4 സ്പീക്കർ ഔട്ടാണ് വരുന്നത്. സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3, സ്പീക്കർ 4. നല്ല ഒരു ഫീൽ കിട്ടും നമുക്ക്. പാട്ട് കേൾക്കുമ്പോഴാണെങ്കിലും കോൾ ചെയ്യുമ്പോഴാണെങ്കിലും നല്ലൊരു വോയിസ് ഔട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് കണക്ടർ വരുന്നത്. കേസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കത് കാണാം. അതാണ് ചാർജിങ് ഡോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണാടി ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഗ്ലാസ് ചാർജിങ്ങിലാണ്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റേബാൻ്റെ മെറ്റാ ഗ്ലാസ് വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പും ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നതാണ്.